ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരി. കോട്ടയം ചങ്ങനാശ്ശേരി. എങ്ങനെ ഇവിടുത്തെ പൊങ്കാലയെ കുറിച്ച് എങ്ങനെ അറിഞ്ഞത്? ടിവിയിൽ കണ്ടു വന്നതാണ്. അത് ശരി. കണ്ണൂര്. കണ്ണൂർ എവിടെയാ? കണ്ണൂർ ഇരിട്ടി. എന്തായിരുന്നു പേരെന്തായിരുന്നു? റീന. റീന അല്ലെ? ആദ്യമായിട്ടാണോ പൊങ്കാല? ആദ്യമായിട്ടാണ്. എന്ത് തോന്നുന്നു ഇത്രയും ഭക്തജനങ്ങള് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ? ഇത്രയും ആളുകളുണ്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒത്തിരി സന്തോഷവും വിശ്വാസവും എല്ലാം ആയി. ബാംഗ്ലൂരാണല്ലേ? ആദ്യമായിട്ടാണോ? അല്ല, രണ്ടാമത്തെ. കോഴിക്കോട്. എങ്ങനെ അറിഞ്ഞേ? പറഞ്ഞു കേട്ട് വന്നാണല്ലേ? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാ. 13 വർഷമായിട്ട് എന്റെ കൂടെ മോളും പൊങ്കാല സമർപ്പിക്കാനുണ്ടായിട്ടുണ്ട്. മോള് 10 വർഷത്തോളമായി. കോഴിക്കോട് കക്കോടി എന്നാണ് വരുന്നത്. ഈ നാട്ടുകാരി തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയെന്നേ ഉള്ളൂ. ആദ്യമായിട്ട് അമ്മേന്റെ മുന്നിൽ ഒന്ന് പൊങ്കാല ഇടാൻ ഭാഗ്യം കിട്ടുന്നത്. ഭയങ്കര സന്തോഷമാണ്. കാരണം എല്ലാ വർഷവും കൂടി വരികയാണ് ഭക്തജനങ്ങൾ. ഒരു കുറവ് സംഭവിക്കുന്നില്ല. എല്ലാ വർഷവും ഇരട്ടിയായിട്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. എവിടെയാണ്? പുത്തങ്കുന്ന്. ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് ഞാൻ ഇതിന് തന്നെ വിചാരിച്ചിരുന്നത്. അപ്പൊ ഇവിടെ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് നമ്മള് ഇങ്ങനെ ഒരു നിവേദ്യം ദേവിക്ക് വേണ്ടി തയ്യാറാക്കിയത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും സന്തോഷമൊക്കെ ദേവിന്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു. പിന്നെ കുറച്ചും കൂടെ ഭക്തിമയമായിട്ട് പോകാനുള്ളൊരു അവസരം കിട്ടി. കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു റെഡി ആവാൻ വേണ്ടിയിട്ടുള്ളൊരു എല്ലാം മാറും സമർപ്പണം കൂടെ ആയി. നമസ്കാരം, എല്ലാവർക്കും ജിദ്ദൂസ് ജേനയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഗംഭീരമായൊരു ഉത്സവം ആഘോഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഉത്സവത്തിന് പ്രത്യേകത കൂടെയുണ്ട്. ഈ ഉത്സവത്തിന് കൊടിയേറി കഴിഞ്ഞു കഴിഞ്ഞാൽ വിവിധ പരിപാടികളോടൊപ്പം തന്നെ ഏകദേശം ഒരു 16 വർഷത്തോളമായിട്ട് നമ്മൾ സജീവമായിട്ട് ഒരുപാട് പൊങ്കാലകൾ സമർപ്പിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അത് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പൊങ്കാല നടക്കുന്നു ഈ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം ഏതാണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾ ഊഹിച്ചു കാണും. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി കുപ്പാടി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 20 കൊടിയേറി 24 വരെ നീണ്ടു നിൽക്കുന്ന ഗംഭീരമായിട്ടുള്ള ഉത്സവം. പക്ഷേ ഈ ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് അത്ര ഗംഭീരത ഇല്ല. കാരണം എന്താ വെച്ചാൽ 7.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ മാറ്റിയാണ് പുനരുദ്ധാരണം ചെയ്യാൻ പോവുകയാണ്. പുതിയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചതിന്റെ ഭാഗമായിട്ട് പുനരുദ്ധാരണം ചെയ്ത് അതിഗംഭീരമായ രീതിയിലുള്ള ഒരു ക്ഷേത്രമാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പൊ ഈ ക്ഷേത്രം എങ്ങനെ ഉണ്ടായി, ഇതിന്റെ ഐതിഹ്യങ്ങൾ എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ ചരിത്രം എന്നൊക്കെ ഏറെക്കുറെ നമ്മളൊരു ചെറിയൊരു ഹിസ്റ്ററി കൂടെ പറയാണ്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടറിവാണ്. എവിടെയും എഴുതി വെച്ചതോ കുറിച്ചു വെച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ കാർന്നവന്മാരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ റെഫർ ചെയ്ത് നോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ പൊങ്കാലയുടെ തലേദിവസം, അതായത് 22-നാണ് ഇവിടെ പൊങ്കാല നടക്കുന്നത്, ഞായറാഴ്ച 22-ന്. അപ്പൊ നമ്മൾ 21-ന് വൈകുന്നേരം പൊങ്കാലയുടെ അറേഞ്ച്മെന്റിനോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ഹിസ്റ്ററി കൂടെ പറയുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുത്തെ പൊങ്കാല സമർപ്പണം കൂടെ ഇതിലേക്ക് ഉൾപ്പെടുന്നത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിൽ ചെന്നിട്ട് കാണാം. എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയാൻ, ഈ ക്ഷേത്രത്തിന്റെ ചരിത്രങ്ങളൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് നൊസ്റ്റാൾജിയ, എന്നെ പോലെ എൻ്റെ കൂട്ടുകാർക്കടക്കം ഒരുപാട് നൊസ്റ്റാൾജിയ വരുന്നൊരു ക്ഷേത്രമാണ്. ഞങ്ങളുടെ ഗ്രാമത്തിലെ ക്ഷേത്രമാണ്. ഞങ്ങളുടെ സ്കൂൾ ഇതിന് തൊട്ടടുത്തായിരുന്നു. അപ്പോൾ ഓരോ ദിവസം അന്ന് ക്ലാസ്സിലൊക്കെ വരുന്ന ദിവസം മിക്കവാറും ദിവസം അമ്പലത്തിൽ വരും, ഈ ക്ഷേത്രത്തിൽ വരും. കാരണം അന്ന് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വികൃതി കാണിച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ആ പീരീഡിലുള്ള സാറ് വരരുത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് അടിക്കുന്ന സാറ് വരരുതെന്നായിരുന്നു ഞങ്ങൾ ഈ ദുർഗാ ഭഗവതിയോട് പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് നൊസ്റ്റാൾജികൾ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ട് പേഴ്സണലായിട്ട്. അപ്പൊ ഈ പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പേര് എന്ന് പറയുന്നത് കുപ്പാടി എന്നാണ്. കുപ്പാടി കുന്ന് എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. അത് പിന്നീട് ചെറിയ ഭാഗങ്ങളായി കാരക്കണ്ടി, അല്ലെങ്കിൽ ചെമ്പകപ്പാളി, വേങ്ങൂര്, പഴയേരി, വെള്ളായിക്കുഴി, അങ്ങനെയുള്ള പല ഭാഗങ്ങളായി മാറി. അപ്പൊ ഇവിടെ അന്നത്തെ ഒരു കാർന്നവരുണ്ടാവും, ഒരു കാർന്നവ സ്ഥാനം വഹിക്കുന്ന ഈ ഒരു പ്രദേശവാസി ഉണ്ടാവും. അങ്ങനെ അന്ന് ഈ പ്രദേശത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്. കുട്ടികൾക്കൊക്കെ അംഗവൈകല്യങ്ങൾ സംഭവിച്ചിരുന്നു. അങ്ങനെ ഈ പ്രദേശത്തെ ആളുകള് വളരെ ദുഃഖത്തിലായിരുന്നു. ആ സമയത്ത് ഒരു ഐശ്വര്യപൂർണമായ ഒരു കുഞ്ഞുകൂടി ആ പ്രമാണിയുടെ വീട്ടിലൊരു കുഞ്ഞു ജനിച്ചു. ഇവിടുത്തെ ഈ കുന്നുമൂപ്പൻ കാർന്നവരെന്നൊക്കെ പറയാം. അപ്പൊ അവർക്ക് പേടിയായി, ഈ കുഞ്ഞിനും എന്തെങ്കിലും അംഗവൈകല്യം സംഭവിക്കുമോ എന്നുള്ള പേടിയിൽ ആ കുഞ്ഞിനെ പേര് കുറച്ച് മോശമാക്കിയിട്ടു. കുഞ്ഞിനെ കാണാൻ നല്ല ഐശ്വര്യം ഉണ്ടെങ്കിലും പേരിൽ കുറച്ച് മോശം ഉള്ള പേരിട്ടു. ആ കുഞ്ഞിനെ കുപ്പൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ ഇത്രയും ഐശ്വര്യമുള്ള ഒരു കുഞ്ഞിനെ കുപ്പൻ നയ്യേ എന്ന് പറയുമല്ലോ. അപ്പൊ കുഞ്ഞിന് കണ്ണ് കിട്ടാതിരിക്കാനാണ് കുപ്പൻ എന്നുള്ള പേര് നിർദ്ദേശിച്ചത്. പക്ഷെ ആ കുപ്പന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കുപ്പൻ ഇങ്ങനെ വളരും തോറും ആടിപ്പാടി ഈ പ്രദേശത്ത് വളർന്നു എന്നുള്ളതാണ്. അങ്ങനെ കുപ്പൻ ആടിപ്പാടി വളർന്ന സ്ഥലമാണ് പിന്നീട് കുപ്പാടിയായി മാറിയത് എന്നുള്ളതാണ് ഈ ഒരു കുപ്പാടി എന്ന പ്രദേശത്തിന്റെ ഒരു കഥ. ചരിത്രം എന്ന് പറയുന്നില്ല, ഒരു കഥ നടക്കുന്നത്.
അത് കഴിഞ്ഞ് ഈ പ്രദേശത്തിന്റെ പേര് വെള്ളായിക്കുഴി എന്നായിരുന്നു. വെള്ളായിക്കുഴി എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഈ പ്രദേശത്ത് ഉള്ളവർക്കൊക്കെ അറിയാം, വട്ടുളി ജംഗ്ഷൻ അങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വെള്ളക്കെട്ടായിരുന്നു, വെള്ളം കെട്ടിയിരുന്നൊരു പ്രദേശമായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോകാൻ തന്നെ പറ്റില്ലായിരുന്നു. അന്ന് നമുക്കറിയാം വയൽനാടാണ് പിന്നീട് വയനാടായി മാറിയത്. ആ കാലഘട്ടത്തിൽ വയനാട്ടിലെ കുടിയേറ്റം ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടം എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണവന്മാരൊക്കെ പറയുന്നത് കർക്കിടക മാസത്തിലെ കറുത്ത പാമ്പിന് കാക്ക കുറുകെ പറക്കില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും ശക്തമായ മഴയും കാറ്റുകളും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അതിനെയെല്ലാം അതിജീവിച്ച് ജീവിച്ച് നിന്നിരുന്ന ജനവിഭാഗം ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ കുടിയേറ്റം ഇതിന്റെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ. അന്ന് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ ക്ഷേത്രം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു തറ, ഒരു ദേവീ ചൈതന്യം ഉണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവിടുത്തെ പ്രദേശവാസികൾ എല്ലാവരും കൂടെ വന്ന് ഇവിടേക്ക് ഒന്ന് വെട്ടിത്തെളിച്ച് ചെറിയൊരു പർണശാല പോലെ ഒരു ഷെഡ് പോലെ കെട്ടും. ആ ഉത്സവം എന്നൊന്നും പറയാനില്ല, ഒരു വിളക്ക് കത്തിച്ച് ചെറിയൊരു വഴിപാട് നടത്തിപ്പോവും. പിറ്റേ വർഷമായിരിക്കും ചിലപ്പോൾ ആ പ്രദേശവാസികൾ അല്ലെങ്കിൽ ആ ആളുകൾ അങ്ങോട്ട് എത്തുന്നത്. അന്ന് ജനവാസം ഇല്ലല്ലോ. അപ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ കാട്ടുതീ അല്ലെങ്കിൽ പേമാരി മഴയൊക്കെ കൊണ്ട് ഇതൊക്കെ തകർന്നിട്ടുണ്ടാവും. വീണ്ടും അടുത്ത വർഷം നമുക്ക് ഇത് കെട്ടിയുണ്ടാക്കണം. വയനാട്ടിലേക്ക് കുടിയേറ്റം ആരംഭിച്ചു. നമ്മുടെ ആദിമവാസികൾ എന്ന് പറയുന്ന വയനാടൻ ചെട്ടിമാര്, അതുപോലെ നമ്മുടെ ഉന്നതിയിലെ പല ഗോത്ര വിഭാഗങ്ങൾ, അവരുടെയൊക്കെ അധീനതയിൽ ഓരോ വർഷം ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ക്ഷേത്രം ചെറുതായി ഡെവലപ്പ് ചെയ്തു വന്നു. എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ ഒരു 80 വർഷത്തോളമായി ഇതൊരു ചെറിയൊരു മേൽപ്പേര, ഒരു മേക്കൂട് നിർമ്മിച്ച ക്ഷേത്രമായി മാറിയിട്ട്. അതും ക്ഷേത്രമൊന്നുമില്ല, ചെറിയൊരു തറയുടെ മുകളിലേക്ക് ഒരു ചെറിയൊരു മേക്കൂട് കയറ്റി, അതും മുള കൊണ്ടൊക്കെ ഉള്ള ഒരു മേക്കൂടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് മാറി മാറി വരുന്ന കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് കമ്മിറ്റിക്കാരുടെ സ്വാധീനങ്ങൾക്കനുസരിച്ച് ക്ഷേത്രം മാറ്റി ഇന്ന് ഈ കാണുന്ന രീതിയിലേക്കാക്കി കൊണ്ടുവന്നു. ഇനി നമ്മൾക്ക് ഈ ഒരു കുപ്പാടി ദുർഗാ ഭഗവതി ക്ഷേത്രം ഈ രൂപത്തിൽ കാണാൻ കഴിയില്ല. പുനരുദ്ധാരണമാണ്, അതിന്റെ ബാലാലയ പ്രതിഷ്ഠ നടക്കാൻ പോവാണ്. അപ്പൊ അതിനുള്ള ഒരുക്കുപടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ പൊങ്കാല സമർപ്പണത്തിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ കുപ്പാടി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെ കവാടം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിഞ്ഞ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല സമർപ്പണത്തിന്റെ ഒരു ഫ്ലെക്സ് ഉണ്ട്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ 100-200 പൊങ്കാലകൾ മാത്രമായിരുന്നു വന്നിരുന്നത് ഇത് തുടക്കത്തിൽ. പക്ഷെ ഇപ്പൊ മാറി, കഴിഞ്ഞ വർഷം 500-ൽ കൂടുതൽ പൊങ്കാല ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഈ വർഷം 1000-ന് മുകളിൽ ഇപ്പൊ ബുക്കിംഗ് ആയി. ഇനിയിപ്പോ അത് കൂടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് നമ്പർ നോക്കി കാണാം, 558, 557 എന്നൊക്കെ പറയുന്ന നമ്പറുകൾ കാണാം. അടുപ്പുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. ആളുകൾ ബുക്ക് ചെയ്ത ആളുകൾക്ക് ടോക്കൺ കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഭാരവാഹികളൊക്കെ തലേ ദിവസം തന്നെ അത് അറേഞ്ച് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അഹോരാത്ര പ്രയത്നമാണ് ഈ ഒരു പൊങ്കാല ഇവിടെ സമർപ്പിക്കണമെങ്കിൽ. അഹോരാത്ര പ്രയത്നമാണ്, ആളുകളെ അറേഞ്ച് ചെയ്യണം. അതുപോലെ നമ്പർ എഴുതുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇത് ഓരോ ബുക്കിംഗ് നമ്പർ അല്ലേ സാറേ? 565 അല്ലേ? അഡ്വാൻസ് കൊടുത്താണ്. ഓക്കെ, അഡ്വാൻസ് കൊടുത്താണ്. അപ്പൊ അതിനാണ് ഈ നമ്പറുകൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ക്ഷേത്രം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും കാണുക. അതിന്റെ ഒരു ഫ്ലെക്സ് നമുക്ക് കാണാം. അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ, പുനരുദ്ധാരണ നിധിയിലേക്ക് ഉദാരമായ സംഭാവന നൽകുക. അത് മറക്കണ്ട, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്തായാലും ചെയ്യണം എന്നുള്ളതാണ്. ബാലാലയ പ്രതിഷ്ഠ നടത്താനുള്ള ഒരു ചെറിയ ശ്രീകോവിൽ കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൊങ്കാല സമർപ്പണത്തിന് ആവശ്യമായ മൺകലങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെയായ ഒരുപാട് കുമ്പാര സമുദായ ആളുകളുണ്ട്. അപ്പൊ അവര് തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ചിട്ട് ഇപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് അവര് തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല കലങ്ങൾ, മൺകലങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് പണം അടച്ചിട്ട് വാങ്ങാവുന്നതാണ്. ഒരുപാട് ആളുകൾ നാളത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മൺകലങ്ങൾ വാങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ, ഇത് തലേദിവസം വരണം, എന്നാലേ ഈ മനോഹരമായ കാഴ്ചയൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ. ഇത് എത്രയോ കാലത്തിന് ശേഷം പുനരുദ്ധാരണം ചെയ്തിട്ടാണ് ഇന്ന് ഈ രീതിയിൽ എത്തിയിരിക്കുന്നത്. കൊടിയൊക്കെ ഏറി കിടക്കുന്ന കാഴ്ച നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഈ ഓഫീസും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ പുതിയതായിട്ട് നിർമ്മിച്ചാണ്. ഇനി ഒരു പക്ഷെ നമുക്കിത് കാണാൻ കഴിയില്ല, ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭംഗി. അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മളിത് പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ വനദുർഗയും ദുർഗാ ഭഗവതിയായിട്ട് 2 പ്രതിഷ്ഠകൾ, ചൈതന്യങ്ങളാണുള്ളത്. അടുത്ത ശ്രീകോവിലേക്ക് വന്ന ശിവാംശാണ്. പൂതാടി ദൈവങ്ങളും അതുപോലെ തന്നെ തലച്ചില്ലനുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ ഗുളികന്റെ ഒരു തറ കാണാം. ഇവിടെ ഒരു നല്ലൊരു വൃക്ഷലതാദികൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു നാഗക്കാവ് തന്നെ നമുക്കിവിടെ കാണാം. ഇവിടെയാണ് നാഗപ്രതിഷ്ഠയുള്ളത്. വള്ളിപ്പടർപ്പുകളൊക്കെ ഉള്ളൊരു കാവ് തന്നെയാണ്. ഇതാണ് നാഗക്കാവ്. 22-ാം തീയതി രാവിലെ നമ്മള് കുപ്പാടി ദുർഗാ ഭഗവതി ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച ഇന്നലെ കണ്ടതൊന്നുമല്ല.
ഇന്നലെ നമ്മൾ കണ്ടല്ലോ അടുപ്പുകൾക്കുള്ള ടോക്കൺ കൊടുത്തിരുന്നു. അവിടെയൊക്കെ ഒരുപാട് അമ്മമാര് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും. രാവിലെ തന്നെ ദുർഗാ ഭഗവതി ക്ഷേത്രം യാഗഭൂമിയായി മാറിയിരിക്കുകയാണ്. ഒരുപാട് അമ്മമാര് കുമാരിമാരൊക്കെയാണ് പൊങ്കാല സമർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. 7 ദിവസത്തോളം വ്രതശുദ്ധിയോട് കൂടിയുള്ള ഒരു പൊങ്കാല സമർപ്പണം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രാവിലെ തന്നെ അമ്മമാരും കുമാരിമാരെല്ലാം ശുദ്ധിയോടുകൂടി പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ യാഗഭൂമിയിലേക്ക് പൊങ്കാല സമർപ്പിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ദുർഗാ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ എങ്ങോട്ട് നോക്കിയാൽ ഇന്ന് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്, ഒരു യാഗഭൂമിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ തന്നെ അമ്മമാരും കുമാരിമാരൊക്കെ വന്നിട്ട് ഇതുണ്ടോ പൊങ്കാല സമർപ്പിക്കാനുള്ള അടുപ്പൊരുക്കുന്നു, അതിന്റെ ആ മൺകലത്തിൽ തോരണം തൂക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊതുമ്പ് അതുപോലെയുള്ള ഈ സാമഗ്രി വസ്തുക്കളെല്ലാം നമുക്ക് ഈ പൊങ്കാല സമർപ്പിക്കാനുള്ള വസ്തുക്കളെല്ലാം അറേഞ്ച് ചെയ്ത് ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ഓരോ അമ്മമാരും കുമാരിമാരും ഈ പൊങ്കാല സമർപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ഓരോ ഭക്തജനങ്ങളും നമുക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 16 വർഷത്തോളമായി നമ്മൾ ഈ പൊങ്കാല സമർപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ കൂടുതൽ, ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ 1000-ൽ കൂടുതൽ ഭക്തജനങ്ങൾ തന്നെ നമ്മൾക്ക് ഈ പൊങ്കാല സമർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരത്തെ ഒരു ടോക്കൺ കണക്കാണ് നമ്മൾ പറയുന്നത്. ഇതുണ്ടോ ക്ഷേത്രത്തിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള അങ്കണങ്ങളിലെല്ലാം ഭക്തജനപ്രവാഹം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീകോവിൽ തൊട്ട് മുൻപിലായിട്ട് തന്നെയാണ് ഭണ്ഡാര അടുപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഭണ്ഡാര അടുപ്പിൽ നിന്നാണ് അഗ്നി പകർന്ന് മറ്റു അടുപ്പുകളിലേക്കൊക്കെ എത്തിക്കുന്നത്. ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നത് നേരെ ശ്രീകോവിലിൽ നിന്ന് ഇവിടുത്തെ പൂജാരി അഗ്നി പകരുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് ഓരോ അടുപ്പുകളിലേക്കും, ഈ കാണുന്ന ഓരോ അടുപ്പുകളിലേക്കും നമ്മുടെ ഈ അഗ്നി പകർന്നുകൊണ്ട് ഏകദേശം 8:45 തന്നെ നമ്മുടെ പൊങ്കാല സമർപ്പണം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്ങോട്ട് നോക്കിയാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾക്ക് ഇന്ന് ഈ യാഗഭൂമിയിൽ ഉപ്പാടി ശ്രീ ദുർഗാ ഭഗവതി അങ്കണത്തിൽ കാണുന്നത്. അതുപോലെ ഓരോ ഭക്തജനങ്ങളും തോരണം തൂക്കുന്നതുമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയാം. ഏതാനും നിമിഷങ്ങൾക്കകം വാദ്യമേള അകമ്പടിയോടുകൂടി ഭണ്ഡാര അടുപ്പിലേക്ക് ശ്രീകോവിൽ നിന്നുള്ള അഗ്നി പകരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീകോവിൽ നിന്നുള്ള അഗ്നി ഭണ്ഡാര അടുപ്പിലേക്ക് പകരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകർന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഓരോ ഭക്തജനങ്ങളുടെയും അവര് സമർപ്പിച്ചിട്ടുള്ള, അവരൊരുക്കിയിട്ടുള്ള ആ അടുപ്പുകളിലേക്ക് അഗ്നി പകരുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് നിൽക്കുന്ന ഭക്തജനപ്രവാഹമാണ് നമുക്ക് ക്ഷേത്രാങ്കണത്തിൽ കാണാൻ കഴിയും. ഭണ്ഡാര അടുപ്പിലേക്ക് ശ്രീകോവിൽ നിന്നുള്ള അഗ്നി പകർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഓരോ അടുപ്പുകളിലേക്കും അഗ്നി പകരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ പായസം ഒരുക്കുന്നത് ഈ പൊങ്കാല അടുപ്പ്, ഈ ഭണ്ഡാര അടുപ്പിലാണ്. ഈ ഭണ്ഡാര അടുപ്പിൽ നമ്മൾ ഈ ആദ്യത്തെ നിവേദ്യം തയ്യാറാക്കുന്നത് ഭണ്ഡാര അടുപ്പിൽ വെച്ച് തന്നെയാണ്. ഭണ്ഡാര അടുപ്പിലെ അഗ്നി ഒരുക്കാനായിട്ട് ചെറിയ രീതിയിലുള്ള പന്തങ്ങൾ എല്ലാം നൽകുന്നുണ്ട്. ഓരോ ഭക്തജനങ്ങൾക്കും ഈ പന്തം നൽകിയിട്ടുണ്ട്. ഭണ്ഡാര അടുപ്പിൽ നിന്നും പകർന്ന അഗ്നി ഓരോ ഭക്തജനങ്ങൾ ഒരുക്കിയിരിക്കുന്ന അടുപ്പിലേക്കും എത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്ന ആ പന്തം കൊണ്ട് ഓരോ അടുപ്പിലേക്കും എത്തിക്കുകയാണ്. കത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ പന്തം അടുത്ത അടുപ്പിലേക്ക് പകർന്നു കൊടുക്കുക. ഈ രീതിയിലാണ് ഇവിടെ ഭക്തജനങ്ങൾ ഒരുക്കിയിരിക്കുന്ന നിവേദ്യത്തിലേക്ക്, അല്ലെങ്കിൽ നിവേദ്യം തയ്യാറാക്കാനായിട്ടുള്ള അടുപ്പുകളിലേക്ക് അഗ്നി പകരുന്നത്. പൊങ്കാല സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭക്തജനങ്ങളും. മനസ്സും ശരീരവും ഒക്കെ ദേവിയിൽ അർപ്പിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹ സഫലീകരണത്തിനായി ഈ ക്ഷേത്രാങ്കണത്തിൽ ദേവിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധിയോടുകൂടി ഏകദേശം 7 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി അണിഞ്ഞൊരുങ്ങി വന്നിരുന്ന ഓരോ ഭക്തജനങ്ങളും ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ദേവിയുടെ ഇഷ്ട വഴിപാടായ താങ്കളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി ക്ഷേത്രാങ്കണത്തിൽ ഒത്തുചേർന്നിരിക്കുന്ന കാഴ്ച അത് പറഞ്ഞാലും മതി വരില്ല സുഹൃത്തുക്കളെ. നിങ്ങൾ നേരിട്ട് കാണേണ്ടത് തന്നെയാണ്. ഓരോരുത്തരും വ്യത്യസ്തമായ പായസങ്ങളാണ്, നിവേദ്യങ്ങളാണ് തയ്യാറാക്കുന്നത്. അതിനുള്ള അരികളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പായസത്തിലേക്ക് അല്ലെങ്കിൽ നിവേദ്യത്തിലേക്ക് സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തേക്കാളും നല്ല അടുത്തടുത്താണ് അടുപ്പുകൾ. ഒരുപാട് ഭക്തജനങ്ങളാണ് ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് 1000-ൽ കൂടുതൽ ഭക്തജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പരിമിതികളുണ്ട്. അപ്പോൾ ഓരോ ഭക്തജനങ്ങളും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പൊങ്കാല സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പുക എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീരമായ പുകയും. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ പൊങ്കാല അടുപ്പിലേക്ക് വെള്ളമൊക്കെ തിളച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് സമർപ്പിക്കുകയാണ്. ഓരോ അരികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പഴങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരും വ്യത്യസ്തമായ പായസങ്ങളാണ് തയ്യാറാക്കുന്നത്. പാൽപ്പായസമുണ്ട്, അതുപോലെ വെള്ള നിവേദ്യമുണ്ട്, ശർക്കര പായസമുണ്ട്,
അതുപോലെ ഓരോ ഭക്തജനങ്ങളുടെയും അഭിരുചിക്ക് ഇണങ്ങുന്ന രീതിയിൽ തന്നെയാണ് അവർ ഓരോ നിവേദ്യങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും ഇവിടെ ഈ പിന്നെ ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല സമർപ്പണത്തിന്റെ ആ ഒരു പുകകളും അതുപോലെ ആ ചന്ദനത്തിരിയുടെയും അല്ലെങ്കിൽ കർപ്പൂരത്തിന്റെ ഒക്കെ മണങ്ങളും ഒക്കെയാണ് നമുക്ക് ഇവിടുന്ന് കാണാനും അനുഭവിക്കാനൊക്കെ കഴിയുന്നത്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ ഭക്തജനങ്ങൾ അവിടെ നിവേദ്യം തയ്യാറാക്കുന്ന കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ എവിടെയും ഭക്തിസാന്ദ്രമായ ദേവി നാമജപങ്ങളോട് കൂടിയാണ് ഓരോ ഭക്തജനങ്ങളും ഈ ഒരു പൊങ്കാല സമർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷം ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല സ്ഥലത്തു നിന്ന് വയനാടിന്റെ പുറത്തുനിന്ന് ഉള്ള ഒരുപാട് ആളുകൾ, കണ്ണൂര്, കാസർഗോഡ് നിന്ന് വരെയുള്ള ആളുകൾ നമ്മളുടെ ഇവിടെ പൊങ്കാല സമർപ്പിക്കാനായിട്ട് ഇപ്രാവശ്യം എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദേവിക്ക് മുമ്പിൽ ഭക്തജനങ്ങൾ സമർപ്പിച്ച പൊങ്കാലയല്ല, പൊങ്കാല തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ നമ്മൾ പറഞ്ഞ ഓരോ ഭക്തജനങ്ങളുടെയും ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പൊങ്കാല മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാഴ്ച നമുക്ക് കാണാം. എന്താ പേരെന്താ? അഡ്വിക്. എവിടെയാ വീട്? എവിടെയാ? കബിനിഗിരിയാ? ഇതാരാ? അനിത്യാണോ? എത്രല്ല പഠിക്കണേ? മൂന്നില്. നിങ്ങളാണ് ഇവിടെ പായസം സമർപ്പിക്കണേ. വേറെ ആരാ വന്നിട്ടില്ല? അമ്മ വന്നിട്ടുണ്ടോ? അമ്മമ്മയൊക്കെ ഉണ്ട് അല്ലേ? ലക്ഷ്മി നാരായണ ലക്ഷ്മി നാരായണ ലക്ഷ്മി നാരായണ കുപ്പാടി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് പൊങ്കാല സമർപ്പിച്ച കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളോട് ഇപ്രാവശ്യത്തെ ഉത്സവവും അതുപോലെ ക്ഷേത്ര പുനരുദ്ധാരണവും പൊങ്കാലയുടെ കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് ചോദിക്കാം. സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്രാവശ്യത്തെ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല അല്ലെങ്കിൽ ക്ഷേത്ര പുനരുദ്ധാരണം, അതിനെക്കുറിച്ച് രണ്ട് വാക്ക് ഭക്തജനങ്ങൾക്ക് വേണ്ടി. മുൻവർഷത്തെക്കാളും ഏറ്റവും കൂടുതൽ ഭക്തർ പൊങ്കാലയ്ക്ക് എത്തിയ വർഷമാണ് ഇത്. ഏതാണ്ട് 1000-ഓളം ദേവി ഭക്തർ പൊങ്കാല ഇടുന്നുണ്ട്. രാവിലെ 8:30 ആരംഭിച്ചു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്തർ പോലും ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ണൂർ, ഇരിട്ടി പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആത്മസംതൃപ്തി നേടിക്കൊണ്ടാണ് ഇവിടെ പൊങ്കാലയിടുന്ന ഭക്തർ തിരികെ അവരുടെ വീടുകളിലേക്ക് പോകുന്നത്. ഒരാൾ പോലും പരാതിയില്ലാതെയാണ് ഇതുവരെ ഈ പൊങ്കാല ഇവിടെ നടന്നിട്ടുള്ളത്. എല്ലാ പൊങ്കാലയ്ക്ക് എല്ലാവിധ ആശംസകളും നേരും. കോട്ടയം ചങ്ങനാശ്ശേരി. കോട്ടയം ചങ്ങനാശ്ശേരി. എങ്ങനെ ഇവിടുത്തെ പൊങ്കാലയെ കുറിച്ച് അങ്ങനെ അറിഞ്ഞത്? ടിവിയിൽ കണ്ടു വന്നതാണ്. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. എന്ത് തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ? ഭയങ്കര അത്ഭുതം തോന്നുന്നു. അതെ അല്ലേ? ഭയങ്കരമായിട്ട്. ഒറ്റയ്ക്കേ ഉള്ളൂ? ആദ്യമായിട്ടാണോ പൊങ്കാല സമർപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ്. കണ്ണൂർ ഇരിട്ടി. എന്തായിരുന്നു പേരെന്തായിരുന്നു? റീന. അല്ലെ? എന്ത് തോന്നുന്നു ഇത്രയും ഭക്തജനങ്ങള് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ? ഇത്രയും ആളുകളുണ്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒത്തിരി സന്തോഷവും വിശ്വാസവും എല്ലാം ആയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്? ആദ്യമായിട്ട്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അപ്പൊ ഇനിയും വരും വർഷങ്ങൾ എന്തായാലും പൊങ്കാല സമർപ്പിക്കാനായിട്ട് ദേവിയുടെ മുമ്പിലേക്ക്, ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തുക. എന്റെ വീട് ഇവിടെ കുപ്പാടിയാ. ഇവിടെ തന്നെയാണ്. എത്ര വർഷമായി? ഞാനിവിടെ 18 വർഷമായി കല്യാണം കഴിഞ്ഞ് വന്നിട്ട്. ശരിക്കും വീട്? എന്റെ വീട് കണ്ണൂരിൽ. 13 വർഷമായിട്ട് എന്റെ കൂടെ മോളും പൊങ്കാല സമർപ്പിക്കാനുണ്ടായിട്ടുണ്ട്. മോള് 10 വർഷത്തോളമായി. 3 വർഷമായി. 3 വർഷമായി അല്ലേ? ആദ്യമായിട്ട് ഇവിടെ തന്നെയാണോ? അതെ, ഇവിടെ തന്നെയാ. ഇവിടെ തന്നെയാണ്. അപ്പൊ ഇനിയും വരും വർഷങ്ങളിലൊക്കെ നമുക്ക് സമർപ്പിക്കും. അമ്പലമല്ല, ആദ്യമായിട്ടാണോ? എന്ത് തോന്നുന്നു ഇത്രയും ഭക്തജനങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ? എന്താ പറയാ, നല്ലൊരു ഭക്തിസാന്ദ്രമായ സമയം. കോഴിക്കോട്. എങ്ങനെ അറിഞ്ഞേ? പറഞ്ഞു കേട്ട് വന്നാണല്ലേ? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട്. എന്ത് തോന്നുന്നു ഇവിടെ ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോ? നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലേ? ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും പൊങ്കാല സമർപ്പിച്ചോ? ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ അറിഞ്ഞിരുന്നോ? അറിഞ്ഞു, എത്തപ്പെടാൻ പറ്റിയില്ല. ഈ വർഷമാണ് സാധിച്ചത്. എന്ത് തോന്നുന്നു ഇവിടെ സമർപ്പിച്ചു? ദേവിക്ക് സമർപ്പിച്ചപ്പോൾ നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും സന്തോഷമൊക്കെ ദേവിന്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു. ഞാൻ അയ്യങ്കുല്ലി, തമിഴ്നാട്, പാട്ടയിലാണ് ഹസ്ബൻഡ് വീട്. കഴിഞ്ഞ വർഷം വന്നിരുന്നോ? ഇല്ല, കഴിഞ്ഞ വർഷമല്ല, ഇത് ആദ്യമായിട്ടല്ലേ? എങ്ങനെ അറിഞ്ഞത്? ഞങ്ങള് അമ്പലത്തിന്റെ കർമ്മയായിട്ട് വന്നു. എന്ത് തോന്നുന്നു ഇത്രയും ഭക്തജനങ്ങളെ കണ്ടു? നല്ലൊരു സന്തോഷം തോന്നുന്നു. ഇതിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഭക്തിമയമായിട്ട് പോകാനുള്ളൊരു അവസരം കിട്ടി. കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു റെഡി ആവാൻ വേണ്ടിയിട്ടുള്ളൊരു. എല്ലാം മാറും. അമ്മേ നാരായണ, ദേവി നാരായണ, ബാംഗ്ലൂരാണല്ലേ? ആദ്യമായിട്ടാണോ
അല്ല രണ്ടാമത്തെ. രണ്ടാമത്തെ. എന്ത് തോന്നുന്നു ഇത്രയും 10 ജനങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ഇവിടെ സംരക്ഷിക്കാൻ കഴിഞ്ഞതിൽ? സന്തോഷം തോന്നുന്നു. സന്തോഷം തോന്നുന്നു. എവിടെയാ സ്ഥലം? അല്ല രണ്ടാമത്തെ വർഷം. ഇനിയും വർഷങ്ങള് ദേവിക്ക് മുമ്പിൽ കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും പേരെന്തായിരുന്നു? ആദ്യമായിട്ടാണോ? അല്ല രണ്ടാമത്തെ വർഷം. രണ്ടാമത്തെ വർഷമാണ്. എത്രയും ഭക്തജനങ്ങൾ കഴിഞ്ഞ വർഷത്തെക്കാൾക്ക് കൂടുതൽ ഭക്തജനങ്ങളുണ്ട്. എന്ത് തോന്നുന്നു ഇത്രയും ഭക്തജനങ്ങൾ കണ്ടു? ഭയങ്കര സന്തോഷമാണ്. കാരണം എല്ലാ വർഷവും കൂടി വരികയാണ് ഭക്തജനങ്ങൾ. ഒരു കുറവ് സംഭവിക്കുന്നില്ല. എല്ലാ വർഷവും ഇരട്ടി ആയിട്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. ഇനിയും പുത്തങ്കുന്ന് അല്ലേ? ആദ്യമായിട്ടാണ് ഭക്തജനങ്ങളെ ഈ ക്ഷേത്രാങ്കണത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇനിയും വരും വർഷങ്ങളിലൊക്കെ നമ്മള് ചീരാല് ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? അതെ ആദ്യം. ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് ഞാൻ ഇതിന് തന്നെ വിചാരിച്ചിരുന്നത്. അപ്പൊ ഇവിടെ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് നമ്മള് ഇങ്ങനെ ഒരു നിവേദ്യം ദേവിക്ക് വേണ്ടി തയ്യാറാക്കിയത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങള് കോഴിക്കോട് കക്കോടി നിന്നാണ് വരുന്നത്. ഈ നാട്ടുകാരി തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയെന്നേ ഉള്ളൂ. ആദ്യമായിട്ട് അമ്മേന്റെ മുന്നിൽ ഒന്ന് പൊങ്കാല ഇടാൻ ഭാഗ്യം കിട്ടുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വരാൻ പറ്റിയില്ല. എന്തോ അമ്മേന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്രാവശ്യം വരാൻ പറ്റി. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. ഇനിയുള്ള വർഷങ്ങളിലും വന്ന് ഇതുപോലെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അമ്മേന്റെ അനുഗ്രഹം ഒന്നും കൂടി ഉണ്ടാവും ആഗ്രഹിക്കുന്നു. പൊങ്കാലയിട്ട് സമർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതെ, പൊങ്ങി വന്നപ്പോ മനസ്സിനൊരു സമാധാനം. വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആദ്യത്തെ ചേച്ചി പായസം ആയോ? ആയില്ലേ? എന്താണ്? ശർക്കര പായസാണ്. ശർക്കര പായസം. എല്ലാ പഴങ്ങളും ഉണ്ടല്ലോ? എല്ലാ പഴങ്ങളും ഉണ്ട് അല്ലേ? അപ്പൊ ഇതുണ്ടോ ഓരോ അമ്മമാരും ഭക്തജനങ്ങളൊക്കെ അവരുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് നിവേദ്യങ്ങളാണ് അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് തയ്യാറാക്കി കഴിഞ്ഞത്. എല്ലാ ഭക്തജനങ്ങളുടെയും നിവേദ്യം തയ്യാറായിരിക്കുകയാണ്. ഇനി അതിലേക്ക് പുണ്യാഹം തളിച്ചുകൊണ്ടാണ് നമ്മൾ ആ നിവേദ്യം ഏറ്റുവാങ്ങുന്നത്. ഈ പുണ്യാഹം ഓരോ നിവേദ്യത്തിലും വീണ് കഴിഞ്ഞാൽ ദേവിയുടെ അനുഗ്രഹം നൽകി അല്ലെങ്കിൽ ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാ നമ്മുടെ പൂജാരി പുണ്യാഹം തളിച്ച് ഓരോ ഭക്തജനങ്ങളുടെയും ശരീരത്തിലും അല്ലെങ്കിൽ അവർ അർപ്പിച്ച ആ നിവേദ്യത്തിലും പുണ്യാഹം തളിച്ചുകൊണ്ടാണ് ഈ പൊങ്കാല എടുക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന് ദക്ഷിണയും അർപ്പിക്കുന്നുണ്ട്. നിവേദ്യത്തിന്റെ ഒരു ചെറിയ ഒരു ഭാഗം ഒരു കയ്യില് നമ്മളിതാ ഭക്തജനങ്ങളെ ഈ ക്ഷേത്ര ഭാരവാഹികളുടെ ഒരു വലിയൊരു ബക്കറ്റിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. കാരണം ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങൾക്ക് കഴിക്കാനായിട്ട് എല്ലാ ഭക്തജനങ്ങളും അർപ്പിച്ചിരിക്കുന്ന നിവേദ്യത്തിന്റെ ഒരു ഭാഗം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇവിടെ വരുന്ന ഓരോ പ്രദേശവാസികൾക്കും കഴിക്കാനായിട്ടും കൂടിയാണ് ഈ ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത്. നമ്മളെ ആറ്റുകാലൊക്കെ പോയി കഴിഞ്ഞപ്പോ അവിടെ തെരളി നിവേദ്യം നടത്തിയതൊക്കെ കണ്ടു. ഇപ്രാവശ്യം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ തെരളി നിവേദ്യം കാണാം. കാരണം നമ്മുടെ ഇലയട എന്നൊക്കെ പറയുന്ന പോലെ അപ്പൊ പായസത്തോടൊപ്പം തന്നെ തെരളി നിവേദ്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുള്ളതാണ്. അങ്ങനെയാണ് തെരളി നോക്കാം. നമ്മുടെ ഈ പിന്നെ കുമ്പളപ്പല്ലേ നമ്മുടെ ഇടനേലയില് എങ്ങനെയാണുള്ളത്? എവിടെന്നാ ചേച്ചി വരുന്നത്? ബത്തേരി തന്നെയല്ലേ? നല്ല ചൂടുമാണ്. നമ്മുടെ കുമ്പിളപ്പം ഇടനേല ചക്കട എന്നൊക്കെ പറയുന്നില്ലേ, അതിന്റെ വേറൊരു ടേസ്റ്റാണ്. ഓരോ ഭാഗത്തായിട്ട് പുണ്യാഹം തളിച്ച് നിവേദ്യം എടുക്കുകയാണ്. ഒരു ഭാഗത്ത് എടുത്തു കഴിഞ്ഞു. അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു ഭാഗത്ത് നിവേദ്യം പുണ്യാഹം തളിച്ച് ഓരോ ഭക്തജനങ്ങളും ദേവിക്ക് വേണ്ടി ആ നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം നമ്മുടെ നിവേദ്യം എടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പുണ്യാഹം തളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദേവിയുടെ അനുഗ്രഹം ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ ഭക്തജനങ്ങളും ഉപയോഗിച്ചെടുത്തുള്ള പായസങ്ങൾ നമ്മൾ കഴിച്ചു നോക്കേണ്ടത്. ഒരുപാട് കാലങ്ങളായി പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷെ അതിന്റെ പ്രാരംഭം കുറിക്കുന്ന ഓരോ ഭക്തജനങ്ങളും ഉണ്ടാക്കുന്ന പായസങ്ങൾ നമ്മൾ കഴിക്കുകയാണ്. ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വർഷത്തെ കുപ്പാടി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊങ്കാല അതിഗംഭീരമായി തന്നെ ഇവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ പൊങ്കാലയ്ക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ഓരോ ഭക്തജനങ്ങളും അടുത്ത വർഷം എന്തായാലും തീർച്ചയായും എത്തണം എന്നുള്ളതാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല, ഒരു ക്യാമറ പരിമിതി വെച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ വന്ന് ഇവിടുന്ന് നേരിട്ട് കാണാൻ ഈ അറ്റ്മോസ്ഫിയർ അനുഭവിച്ചറിയണം എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.